السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹാധീനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അർത്ഥ സമ്പുഷ്ടമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്റിന്റെ വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൊക്കെയായി പഠിച്ച് മനസ്സിലാക്കിയത്. അതിൽ നമ്മൾ പറഞ്ഞതിൽ ഇനി പറയാനുള്ള അവസാനത്തെ ഒരു 2-3 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സൂറത്തിലേക്ക് കടക്കാം. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നിരവധി സൂറത്തുകളിൽ മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും, അല്ലേ? ഇപ്പൊ ഈ സൂറത്തിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ, അതുപോലെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാകുന്നു. തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളരെയധികം അക്ഷമനായിക്കൊണ്ടാണ്, ക്ഷമയില്ലാത്തവനായിക്കൊണ്ടാണ്. അതുപോലെ മനുഷ്യൻ അക്രമം പ്രവർത്തിക്കുന്നു, അവൻ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. അവിടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിർ, അവിശ്വാസി അല്ലെങ്കിൽ മുശ്രിക് എന്നൊന്നല്ല പ്രയോഗിച്ചത്, മനുഷ്യൻ എന്നാണ് പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായും മനുഷ്യൻ മനുഷ്യൻ അത്യധികം അക്രമിയും നന്ദി കെട്ടവനുമാകുന്നു. ലളൂമുൻ കഫാർ എന്ന് പറഞ്ഞാൽ അത്യധികം നന്ദി കെട്ടവനാണ്, അതുപോലെ അക്രമിയാണ്. അതുപോലെ തന്നെ അമാനത്ത് മനുഷ്യനെ ഏറ്റെടുത്തു, ഉത്തരവാദിത്വം മനുഷ്യനെ ഏറ്റെടുത്തു. വഹമലഹൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താ? തീർച്ചയായും അവൻ, ആര്? മനുഷ്യൻ, തീർച്ചയായും അവൻ അത്യധികം അക്രമിയും അവിവേകിയുമാകുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതെന്താ മനസ്സിലായി? മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിയുടെ, അവന്റെ മനുഷ്യന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. നന്ദികേട് കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന, അക്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ദേഹേച്ഛകളെ പിന്നാലെ പോകുന്ന അങ്ങനെ ഒരു സ്വാഭാവികമായ അവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത്. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, തിന്മയിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യന്റെ പൊതുവായ അവസ്ഥ, അതാണ്. അപ്പൊ ആ പൊതുവായ അവസ്ഥയിൽ നിന്ന് ആ പൊതുവായ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടലാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാരുണ്യം ചെയ്ത, അല്ലാഹു പ്രത്യേകം ഔദാര്യം ചെയ്ത, അല്ലാഹുവിന്റെ തൗഫീഖ് പ്രത്യേകം ലഭിച്ച ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലാതെ മനുഷ്യന്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടൊന്നല്ല ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഹിദായത്ത് ലഭിക്കുന്നത്, ഒരു മനുഷ്യൻ നന്നാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് തന്നെ പ്രയോഗിക്കാൻ കാരണം, മനുഷ്യന്മാരെ ഇഷ്ടത്തിനായിട്ട് വിട്ടുകഴിഞ്ഞാൽ അവരിങ്ങനെയായിരിക്കും ആയിത്തീരാ. ഈ അവസ്ഥയിലേക്കൊക്കെയാണ് അവര് പോവുക. നന്ദികേടിന്റെ, വിവരക്കേടിന്റെ, അതിക്രമത്തിന്റെ, തിന്മകളുടെ രീതിയിലേക്ക് അവർ അങ്ങനെ ദേഹേച്ഛയുടെ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ആ അവസ്ഥയിലേക്ക് മനുഷ്യന്റെ പാടിന് വിടാതെ അള്ളാഹു ഇങ്ങനെ കനിഞ്ഞരുളി അവൻ എന്താ പറയാ ഔദാര്യം ചെയ്ത് അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അവൻ ഔദാര്യം ചെയ്ത് അവന് കാരുണ്യം ചെയ്ത് പ്രത്യേകം ഹിദായത്ത് കൊടുത്ത് തൗഫീഖ് കൊടുത്ത് അള്ളാഹു ഇങ്ങനെ വളർത്തി കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യണത് മനുഷ്യൻ നന്മയുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ പാടിന് വിടല്ല. അപ്പൊ മനുഷ്യൻ നമ്മുടെ കഴിവല്ല, നമ്മുടെ ശേഷിയല്ല ഒരിക്കലും നമ്മുടെ സന്മാർഗം, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ കാരുണ്യമാണ് എന്നുള്ള പാഠം പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് പടച്ചറബ് തൗഫീഖ് കൊടുക്കും. അല്ലെ, തൗഫീഖ് കൊടുക്കും. എന്താ തൗഫീഖ്? തൗഫീഖ് കൊടുക്കുന്ന പടച്ചറബ് അതിലേക്ക് അവരെ എത്തിക്കും. അത് പടച്ചോൻ ചെയ്യുന്ന പ്രവർത്തനമാണ്, അള്ളാഹു തന്നെ എത്തിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഉദ്ദേശിക്കാത്തവരെ പടച്ചറബ് പിഴപ്പിക്കൽ എങ്ങനെ? ഖദല എന്നാണ് പണ്ഡിതന്മാരെ പ്രയോഗിക്കുക. പ്രമാണങ്ങളോട് വെളിച്ചത്തിൽ പണ്ഡിതന്മാരെ പ്രയോഗിക്കുന്ന പ്രയോഗം ഖദലഹു. എന്താ ഖദല പറഞ്ഞാൽ? ഖദല പറഞ്ഞ കൈയൊഴിയ. പടച്ചറബ് എത്ര ചെയ്യുള്ളൂ? കൈയൊഴിയും. റസൂലുള്ളാഹി അല്ലാതെ പടച്ചറബ് അവരെ വഴി പിഴപ്പിക്കുക പറഞ്ഞാൽ അള്ളാഹു പിഴപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു കൊടുക്കേണ്ട തൗഫീഖ് കൊടുക്കാതെ നിന്നാൽ തന്നെ മനുഷ്യൻ വഴിപിഴക്കും, കൈയൊഴിയും. അവരെ വിഷയത്തിൽ പടച്ചറബ് തൗഫീഖ് കൊടുക്കൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി കുല്ല ശൈ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എന്താ ഇതിന്റെ അർത്ഥം? നീ എന്നെ പേപ്പിക്കല്ലേ എന്നല്ല പറഞ്ഞത്, എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ. പടച്ചറബ് ഹിദായത്ത് ഉദ്ദേശിക്കാത്തോലെ എന്ത് ചെയ്യുള്ളൂ? ഓല കാര്യം ഓനാണ്ട് ഏൽപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഓലെന്തേ കാര്യം മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച് തിന്മയിലേക്കും ഹറാമുകളിലേക്കും വ്യതിയാനങ്ങളിലേക്കും വഴികേടുകളിലേക്കും ദേഹേച്ഛകളിലേക്കും അങ്ങനെ പോകും. ഹിദായത്ത് ഉദ്ദേശിച്ചാൽ അവരെ കാര്യം അവരിലേക്ക് ഏൽപ്പിക്കൂല, അവരെ കാര്യം പടച്ചറബ് ഏറ്റെടുക്കും. അവരുടെ കാര്യം പടച്ചറബ് ഏറ്റെടുക്കും. അല്ലാഹു വലിയാവും, അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു രക്ഷാധികാരിയാവും, അവരെ കാര്യം റബ്ബ് ഏറ്റെടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ പടച്ചറബ് നമ്മളെ കാര്യം ഏറ്റെടുക്കലാണ് നമ്മുടെ സന്മാർഗത്തിന്റെ ഏറ്റവും വലിയ മാർഗം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് ആ പടച്ചറബ് നമ്മളെ ഏറ്റെടുക്കാൻ നമ്മൾ അർഹരാകണം. പടച്ചറബിനോടുള്ള സ്നേഹം, അവനോടുള്ള തഅദീം, അവനോടുള്ള ഇഷ്ടം അത് നമ്മുടെ മനസ്സിൽ പ്രകടമായി അത് നേടിയെടുക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പടച്ചറബിന്റെ സ്നേഹം നമ്മൾ നേടിയെടുത്താൽ അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കും. പടച്ചറബ് ഏറ്റെടുത്താൽ പിന്നെ സന്മാർഗം ലഭിക്കും. പടച്ചറബ് നന്മയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സൂറത്തുൽ അസ്റിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഇവിടെ വതവാസൗ എന്നാണ് റബ്ബ് പറഞ്ഞത് അല്ലേ? വതവാസൗ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു തവാസി എന്നാണ്. എന്ത് തവാസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്പരം ഉപദേശിക്കൽ. അത് മസ്ദറാണ്. മസ്ദർ പരസ്പരം ഉപദേശിക്കൽ, പരസ്പരം വസിയ്യത്ത് കൊടുക്കൽ, പരസ്പരം വസിയ്യത്ത് കൊടുക്കൽ. ഇതിന്റെ ഫിഅലു മാദി ആണെന്ത്? ഫിഅലു മാദി പറഞ്ഞാൽ എന്താ ഫിഅലു മാദി എന്ന് പറഞ്ഞാൽ? പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. ഭൂതകാലം തന്നെയല്ലേ? ആ, ഭൂതകാലം. എന്താ കഴിഞ്ഞതാണ് അല്ലെ? കഴിഞ്ഞതാണ്. തവാസ. അതിന്റെ ഫിഅലു മുളാരി എന്താ? യതവാസ. ഫിഅലു മുളാരി പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസന്റ് ടെൻസ് ആണ്. പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം ഉപദേശിക്കും എന്ന ഫ്യൂച്ചറിന് വേണ്ടി പറയൽ എന്തിനാണ്? യതവാസം തന്നെയാണ്. രണ്ടിലും ഒരേ പ്രയോഗമാണ് അറബിയിൽ. അപ്പോ ഇവിടെ ഈ സൂറത്തിലുള്ള എന്താ? സൂറത്തിലുള്ള എന്താ? തവാസൗ എന്നാണ് അല്ലെ? തവാസൗ. ഇതാണ് സൂറത്തിൽ പ്രയോഗിച്ച പ്രയോഗം. ഇതേതാ?
മസ്ദർ അല്ല. മസ്ദർ പറഞ്ഞ തവാസി, ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ്. ഓട്ടം, ചാട്ടം, നടത്തം, അതാണ് മസ്ദർ എന്ന് പറഞ്ഞാൽ. ഇതോ തവാസ പറഞ്ഞ ഓടി, ചാടി, നടന്നു എന്ന് പറഞ്ഞ പോലെ പരസ്പരം ഉപദേശിച്ചു. യതവാസ എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു, ഓടുന്നു, ചാടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ തവാസൗ എന്ന് പറഞ്ഞാൽ ഇതിലേതാ, ഏതാണ്? നമ്മൾ മൂന്നും അല്ലല്ലോ, ഈ 3 രൂപം അല്ലല്ലോ ഉള്ളത് തവാസവ്. ഇത് ശരിക്കും ഇതിന്റെ അസ്ലെന്താ? തവാസ എന്നാണ് ശരിക്കത്. തവാസ പ്ലസ് വാവുൽ ജമാ. എന്താ വാവുൽ ജമാ പറഞ്ഞാൽ? പ്ലൂരലിനെ കുറിക്കാനുള്ള വാവ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ എന്തായാലും മലയാളത്തിൽ പറയാ, ബഹുവചനത്തെ കുറിക്കാനുള്ള വാവ്. ബഹുവചനത്തെ കുറിക്കാനുള്ള വാവിനാണ് അത് എന്തിലേക്ക് ചേർന്നാണ്? അതായത് തവാസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപദേശിച്ചു എന്നാണ്. ഒരാൾ പരസ്പരം ഉപദേശിച്ചു. കുറെ പേർ പരസ്പരം ഉപദേശിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു വാവ് ചേർക്കും. ആ വാവാണിത്. മനസ്സിലായോ? അപ്പം ഇത് ഫിഅലു മാദിയാണ് എന്ന് വെച്ചാൽ ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അവർ പരസ്പരം ഉപദേശിച്ചു എന്നാണ്. പരസ്പരം ഉപദേശിക്കുന്നു എന്നല്ല, പരസ്പരം ഉപദേശിക്കും എന്നുമല്ല. എന്താണ് അർത്ഥം? പരസ്പരം ഉപദേശിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു, അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അവർ പരസ്പരം ഉപദേശിക്കുന്നവരാണ് അല്ലെങ്കിൽ പരസ്പരം ഉപദേശിക്കും എന്ന് പറയുന്നതിന് പകരം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ ഇല്ലല്ലദീന ആമനു എന്ന് ഫിഅലു മാദിയാക്കിയാണ് പറഞ്ഞത് അല്ലേ? വിശ്വസിച്ചു. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു. പിന്നെന്താ? വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചു. ഇന്ന് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാരണമാണ്, പിന്നെ അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് റബ്ബ് പുകഴ്ത്തുകയാണ്. അവരുടെ അടുത്തുനിന്ന് ഉണ്ടായ പ്രവർത്തനത്തെ കുറിച്ച് റബ്ബ് എന്ത് ചെയ്യാണ്? പുകഴ്ത്തുകയാണ്. പുകഴ്ത്തൽ ചെയ്ത കാര്യത്തിനല്ല പുകഴ്ത്തുക, ചെയ്യാൻ പോണ കാര്യത്തിനെ കുറിച്ച് പുകഴ്ത്താൻ പറ്റുമോ? പറ്റൂല അല്ലെ? അവര് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യത്തിന് അവരെ പുകഴ്ത്തുക എന്ന അർത്ഥം കിട്ടാനാണ്, ആ പുകഴ്ത്തലിന്റെ ആശയം കിട്ടാനാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ പ്രവർത്തനത്തെ എടുത്തു പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നല്ല കാര്യത്തെ പുകഴ്ത്തിയാൽ പിന്നെ അത് പ്രേരണയാണ്. എന്തിനുള്ള പ്രേരണ? അത് ഇനിയും തുടരാനുള്ള പ്രേരണയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അവരങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അവരങ്ങനെ ചെയ്തവരാണെന്ന് പറയുമ്പോൾ തന്നെ അവരെ കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തി. അപ്പൊ ഒരു കാര്യത്തിൽ പുകഴ്ത്തൽ കിട്ടിയാൽ പിന്നെ മനുഷ്യന്മാരെന്ത് ചെയ്യും? അത് വീണ്ടും തുടരും, അല്ല അത് വീണ്ടും ആവർത്തിക്കും. അത് അവർക്കുള്ള ഒരു പ്രേരണ കൂടിയാണ് അല്ലെ? ഒരു പ്രേരണ കൂടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പ്രയോഗിക്കുന്ന രൂപത്തിൽ പാസ്റ്റ് ടെൻസിൽ ഭൂതകാല ക്രിയ ഉപയോഗിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത്, പിന്നെ ശരിക്ക് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പിന്നെ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് പറയാതെ എന്ത് പറഞ്ഞു? വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞു അല്ലെ? എന്താ ഇവിടെ ആ പ്രയോഗം പ്രയോഗിക്കാനുള്ള കാരണം? പണ്ഡിതന്മാർ അതിൽ പറഞ്ഞുള്ള ഹിക്മത്ത് എന്താ വെച്ചാൽ, ഈ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും എപ്പോഴും നമുക്കൊരു ആർദ്രതയും കാരുണ്യവും ഒക്കെ വേണമെന്നാണ്. നമ്മൾ മനസ്സ് മാത്രം നന്നായിട്ട് കാര്യമില്ല, പ്രയോഗത്തിലും കൂടി എന്താവണം? അത് നന്നാവണം അല്ലെ? നല്ല മനസ്സോടുകൂടി നല്ല വാക്കിൽ നല്ല രൂപത്തിൽ ആണ് ആളുകളോട് പറയേണ്ടത്. അപ്പൊ തവാസ ശരിക്ക് വസിയ്യത്ത് എന്ന് എന്തിനാ പറയാ? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ തൊട്ടടുത്ത കുടുംബക്കാരോട് പറയുന്ന വാചകം, അങ്ങനെ ചെയ്യണട്ടോ മോനെ, ഞാൻ മരിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഈ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ? അത് ഭയങ്കര കടുപ്പിച്ച് അങ്ങനെ നീ അത് ചെയ്തിരിക്കണം, നീ ചെയ്യാൻ പാടില്ല എന്നാണോ പറയാ? ഒരു കൽപ്പനാ വിരോധത്തിന്റെ ഭാഷയിലാണോ അത് പറയാ? അല്ല. അതെങ്ങനെ പറയാ? വളരെ സൗമ്യമായി, വളരെ ആത്മാർത്ഥമായി, വളരെ നല്ല ഒരു പ്രയോഗങ്ങളിലൂടെ അല്ലെ, വളരെ ആർദ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ തന്റെ അടുത്ത കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതെങ്ങനെ ബാക്കിയുള്ളവർ ഏറ്റെടുക്കുക? ഭയങ്കര ഗൗരവത്തിൽ അത് ഏറ്റെടുക്കും അല്ലെ? ഭയങ്കര സീരിയസ് ആയി തന്നെ അത് ഏറ്റെടുക്കും. ഈ രൂപമാണ് എന്തിനുണ്ടാകേണ്ടത്? നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും ഉണ്ടാകേണ്ടത്. പരുക്കൻ സ്വഭാവത്തെക്കാൾ എപ്പോഴും ഉപകാരം ചെയ്യുക ആർദ്രതയുടെ സ്വഭാവമാണ്.
അല്ലെ? നല്ല നൈസായിട്ട് പറഞ്ഞു കൊടുക്കുക, നല്ല എളിമയോടുകൂടി ആർദ്രതയോടുകൂടി പറഞ്ഞു കൊടുക്കലാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ഗൗരവം, കുറച്ച് ഒരു ശക്തമായ ഭാഷ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ശൈലി എന്താണ്? ആർദ്രതയുടെ, അനുകമ്പയുടെ, കാരുണ്യത്തിന്റെ, അത് പ്രകടിപ്പിക്കണം, നസീഹത്ത് പ്രകടിപ്പിക്കണം. പ്രവാചകന്മാരുടെ ഒക്കെ ദഅവത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, അല്ലേ? ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും വാങ്ങണില്ലല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പൈസ ഒന്നും വാങ്ങണില്ലല്ലോ, ഞങ്ങളോട് ഗുണകാംക്ഷം ഉള്ളതുകൊണ്ടാണ് ഈ പറയണത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ ശദീദ്, ശക്തമായൊരു ശിക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിങ്ങൾ മേൽ ഭയപ്പെടുന്നു. ഇത് പ്രയോഗത്തിന്റെ ഒക്കെ അർത്ഥം എന്താ? ആ ആർദ്രതയും അനുകമ്പയും കാരുണ്യവും ഒക്കെ പ്രകടിപ്പിക്കണം. അതാണ് എപ്പോഴും നന്മയുടെ, പിന്നെ നന്മ കൽപ്പിക്കുന്നതിൽ തിന്മ വിരോധിക്കുന്നതിലും ഏറ്റവും ഉപകാരം ചെയ്യുന്ന ശൈലി ആർദ്രതയുടെ ശൈലിയാണ്. ആ ശൈലി കൊണ്ടുവരാൻ ആ ശൈലി അതിലുണ്ടാകണം എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇവിടെ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിച്ചവരാണ് എന്ന് പറയേണ്ടതിന് പകരം എന്ത് പറഞ്ഞത്? ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരാണ് എന്ന്. ആ ഉപദേശം, വസിയ്യത്ത് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തെരഞ്ഞെടുത്തിൽ പണ്ഡിതന്മാർ അങ്ങനെ ഒരു ഹിക്മത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഫിത്ര, അതായത് ഫിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ഉള്ളിലുള്ള സത്യം കേട്ടാൽ സ്വീകരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നൊക്കെ ഉള്ള മനുഷ്യന്റെ ഒരു ബോധമുണ്ട്, ഒരു ബോധ്യം, മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ബോധ്യം. ഹക്ക് കണ്ടാൽ സ്വീകരിക്കണം. ഇത് എവിടുന്ന മനുഷ്യന് കിട്ടി? മനുഷ്യന്മാര് പൊതുവെ എല്ലാവരും എന്ത് ചെയ്യും? ഇന്നതാണ് സത്യം എന്നറിഞ്ഞാൽ അത് സ്വീകരിക്കണം എന്നെല്ലാരും അംഗീകരിക്കുന്നവരാണ്, അല്ലെ? പിന്നെ അവരുടെ ദേഹേച്ഛ കൊണ്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യണത്? അതിനെതിരാവണത്. അപ്പൊ ഈ ബോധം എവിടുന്ന മനുഷ്യന് കിട്ടിയത്? സത്യമാണ് സ്വീകരിക്കേണ്ടത്, കളവ് മോശമാണ്, ഈ ബോധം മനുഷ്യന് എവിടുന്ന കിട്ടിയത്? പിന്നെ വിശ്വസ്തത നല്ല കാര്യമാണ്, ഇതാരാ മനുഷ്യനോട് പറഞ്ഞത്? ഇതിന് മുസ്ലിമും എല്ലാവരും പറയല്ലോ വിശ്വസ്തത നല്ലതാണ്, കാപട്യം പാടില്ല, മനുഷ്യന്മാർ എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. ഇത് എവിടുന്ന, ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ എവിടുന്ന കിട്ടി? ഇത്ര സംഭവ ബഹുലമായ പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും, അല്ലാതെ ഇത് ഉണ്ടാവില്ല. ഈ ബോധം മനുഷ്യനോടുന്ന കിട്ടിയത്? ഇതൊക്കെയാണ് ഫിത്രത്ത്. അപ്പൊ ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ബോധമാണ്. പക്ഷെ ഈ ബോധം ഒരു ഭാഗത്തുണ്ടാവും, അപ്പുറത്ത് നഫ്സ് ഒരു ഭാഗത്തുണ്ടാവും. എന്താ നഫ്സ്? തിന്മയോട് പ്രേരിപ്പിക്കുന്ന ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തിന്മയോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സപ്പുറത്തും ഉണ്ടാവും. ഇത് രണ്ടും മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതില് ഈ ഫിത്രത്തിനെ ബലപ്പെടുത്തുന്ന, സത്യത്തിനെ ബലപ്പെടുത്തുന്ന ഒരു മലക്കും മനുഷ്യന്റെ കൂടെ ഉണ്ടാവും. ആ നഫ്സിനെ, അമ്മാറത്തും ബിസ്സൂ ആയ തിന്മയെ പ്രേരിപ്പിക്കുന്ന, നഫ്സിനനുസരിച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കരീൻ, ജിന്നുകളിൽപ്പെട്ട ഒരു കരീനും മനുഷ്യന്റെ കൂടെ ഉണ്ടാവും. രണ്ടിന്റെയും വശങ്ങൾ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. അഭൗതിക ലോകത്ത് അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ജിന്നു, ഒരു മലക്കും ഉണ്ട്. അതിന് പുറമെ മനുഷ്യന്റെ മനസ്സും. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ രണ്ടും ഉണ്ടാവും, അല്ലെ? നല്ലത് പറയുന്ന ആളുകളും ഉണ്ടാവും, മോശപ്പെട്ട തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സൂറത്തിലേക്ക് പോവാം. ഇതിൽ വേറെ സംശയമോ ചോദിക്കാനൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? നമ്മള് ഒരു സൂറത്ത് വിട്ടിട്ടാണ് സൂറത്തുൽ അസ്റിലേക്ക് കടന്നത്. സൂറത്തുൽ ഹുമസയാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. സൂറത്തുൽ ഹുമസ വിശുദ്ധ ഖുർആനിലെ 104-ാം അധ്യായമാണ് സൂറത്തുൽ ഹുമസ. പിന്നെ ഈ സൂറത്ത് മക്കിയത്താണ്. സൂറത്തുൽ ഹുമസ മക്കയിൽ അവതരിച്ച സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്ത് അവതരിപ്പിച്ചതിന്റെ സുപ്രധാനമായ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ദിക്റു ഔസാഫിൽ ഹാലിഖീൻ, അതായത് നശിച്ചു പോകുന്നവരുടെ, നാശത്തിൽ പെടുന്നവരുടെ വസ്ഫുകൾ, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നശിച്ചു പോകുന്നവർക്ക്, എന്തൊക്കെ പ്രത്യേകതകളാണ് അവർക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അടുത്ത് ഉണ്ടാവുക, നശിച്ചു പോകുന്ന ആളുകളുടെ അടുക്കൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയാം. നമുക്ക് ഈ സൂറത്തിലേക്ക് കടക്കാം. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മളെ പിന്നെ സൂറത്ത് പൂർണ്ണമായും എടുക്കേണ്ട ഒരു 3 ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാത്രം എടുക്കാം. അതേ കാര്യം ഒന്നും കൂടി നല്ലത്. കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ആദ്യം ഞാൻ ഓതാം, ശ്രദ്ധിച്ച് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده. ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നിവിടെ വൈലുൻ അല്ലേ, വൈലുൻ ലികുല്ലി. ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? വൈലുൻ, ഇവിടെ തെൻവീൻ ഉണ്ട് അല്ലേ, വൈലുൻ തെൻവീനാണ്. അപ്പൊ തെൻവീനോ സുക്കൂനുള്ള നൂനോ കണ്ട നമ്മൾ പിന്നെ എന്ത് നോക്കണം? തൊട്ടടുത്ത അക്ഷരം ഏതാ നോക്കണം. തൊട്ടടുത്ത അക്ഷരം ഏതാ? ലാമാണ് അല്ലെ, ലാമാണ്. അപ്പോ തെൻവീന് ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് വെച്ചാൽ മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം അല്ലെ. ഈ തെൻവീനിനെ മണിച്ചുകൊണ്ട് ശേഷമുള്ള ലാമിൽ ലയിപ്പിക്കണം. അപ്പൊ ലയിപ്പിക്കുമ്പോ ലാമിന് ഒരു ഷെദ് ഉണ്ടാവും, ലാമിന് ഒരു ഷെദ് ഉണ്ടാവും. ആ ലയനം നടന്നതിന്റെ അടയാളാണ്. വൈലുല്ലി, ഈ തെൻവീൻ ഉണ്ടാവൂല ഉച്ചാരണത്തിൽ. അപ്പൊ എങ്ങനെ ഒന്ന് ചിരിച്ചേട്ടാ? വൈലുല്ലി, വൈലുല്ലി ഉച്ചാരണത്തിൽ തെൻവീൻ എന്തായി? തെൻവീൻ എന്തായത്? ശേഷമുള്ള ലാമിൽ ലയിച്ചു. മനസ്സിലായി? തെൻവീൻ ശേഷമുള്ള ലാമിൽ ലയിച്ചു. വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ. ഇവിടെയും തെൻവീൻ ഉണ്ട്, ഹുമസത്തിൻ അല്ലേ. ഹുമസത്തിൻ തെൻവീൻ ഉണ്ട്. തെൻവീന് ശേഷത്തെ അക്ഷരം ഏതാ? ലാമാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ അതേ നിയമം തന്നെയാണ് ഇവിടെയും അല്ലേ. തെൻവീന് ശേഷം ലാമാണ്. അപ്പൊ എന്ത് ചെയ്യണം? തെൻവീനിനെ പറഞ്ഞൂടി ശേഷമുള്ള ലാമിലെ ലയിപ്പിക്കുക. അപ്പൊ ലയിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചാരണത്തിൽ തെൻവീൻ നഷ്ടപ്പെടുകയും ലാമിന് ഷെദ് വരികയും ചെയ്യും. അപ്പൊ എങ്ങനെ ഓതുക? അങ്ങനെയാണ് ഉച്ചരിക്കുക അല്ലെ. ഉച്ചാരണത്തിൽ അങ്ങനെ ഉണ്ടാവുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ അല്ലെ. ഇവിടെ മാലൻ വീണ്ടും തെൻവീൻ വന്നു. ബിലാഹുന്ന. ശരിയാ, ബിലാഹുന്ന. അതെ, ലാമും റാവും ബിലാഹുന്നയാണ്. മണിക്കാതെയാണ് ലയിപ്പിക്കേണ്ടത്. ഓതിയത് ശരിയാണ്, പറഞ്ഞൊക്കെ തെറ്റിയാണ്. അപ്പോ പിന്നെ മാലൻ, ഇവിടെ എന്താ? മാലൻ. ഇത് കണ്ടപ്പോഴേ കാരണം നിങ്ങൾക്ക് ഓർമ്മയായതല്ലേ. മാലൻ എന്നുള്ളിടത്ത് തെൻവീനാണ് അല്ലെ. തെൻവീന് ശേഷം വാവ് വന്നു. അപ്പോ തെൻവീന് ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെയാണ് എന്ത് ചെയ്യണ്ടേ? മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം. മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം. അപ്പൊ എങ്ങനെ? ഇവിടെ മണിക്കാതെയാണ് ലയിപ്പിക്കേണ്ടത്, ഇവിടെ മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം. എന്നാണ് എന്ത് ചെയ്യാ അവിടെ പാരായണം ചെയ്യുക. അപ്പൊ മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. ലാമിനെ ശേഷമുള്ള വാവിൽ ലാമല്ല തെൻവീനെ ലയിപ്പിക്കണം, അതിന്റെ കൂടെ മണിക്കുകയും വേണം. അതുപോലെ യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇവിടെ എന്താ? ഇവിടെ വേറെ എന്തെങ്കിലും ഈ ആയത്തിൽ വേറെ എന്തെങ്കിലും നിയമം ഉണ്ടോ? യഹ്സബു അന്ന മാലഹു അഖ്ലദ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ?
ആ ഇത് മാലഹുലെ ഇവിടെ ഒരു മദ് ഉണ്ട്. അതായത് മദ് മുൻഫസിലാണ്. ആ അതെ അതെ ളമീർ നീട്ടാണ്. പക്ഷെ സംഭവം ഇവിടുത്തെ നിയമം എന്താണ്? ശേഷം ഹംസ വന്നു. ഹംസ വരുമ്പോ എത്ര നീട്ടണം? 4-5 നീട്ടല്, 4-5 നീട്ടലാണ് നല്ലതില്ലേ. മാലഹു മാലഹു അഖ്ലദ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പൊ എന്നാല് നമ്മൾ ഓതല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة ويل لكل همزة لمزة الذي جمع مالا وعدده الذي جمع مالا وعدده يحسب أن ماله أخلده തഫ്ഖീം ചെയ്യേണ്ട അക്ഷരത്തിൽപ്പെട്ടതാണ് ഖ. അപ്പൊ അഖ്ലദ എന്ന ലാമിനെ തഫ്ഖീം ചെയ്യരുത്. അഖ്ലദ എന്ന് പറയരുത്. അഖ്ലദ. يحسب أن ماله أخلده അപ്പൊ ഇവിടെ വൈലുൻ അല്ലെ? എന്താണ് വൈലുൻ എന്ന് പറഞ്ഞാൽ? വൈലുൻ നാശം അല്ലെ? വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം പറയാം. വൈലുൻ എന്ന് നരകത്തിന്റെ താഴ്വരയുടെ പേരായിട്ടും ഒരുപാട് മുൻഗാമികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലെ ഒരു താഴ്വരയാണ് വൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ വൈലുൻ നാശമുണ്ട് അല്ലെ? അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വരയുണ്ട്. ആർക്ക്? ലിക്കുല്ലി. ലിക്കുല്ലി പറഞ്ഞാൽ എല്ലാവർക്കും. എല്ലാ ഹുമസത്തിൽ ലുമസത്തിൻ. എല്ലാ ഹുമസത്തിനും ലുമസത്തിനും എന്തുണ്ട്? വൈലുണ്ട്, നാശമുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ ആ താഴ്വരയുണ്ട്. എന്താണ് ഹുമസ എന്ന് പറഞ്ഞാൽ? അതായത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം മുഫസ്സിരിങ്ങൾക്കുള്ള 2 പദങ്ങളാണ് ഹുമസയും ലുമസയും. അതിന്റെ മൊത്തത്തിൽ രണ്ടും കൂടി ചേർത്താൽ കിട്ടുന്ന അർത്ഥത്തിൽ എല്ലാവരും യോജിക്കുന്നു. പക്ഷെ ഹുമസന്റെ അർത്ഥം എന്താ, ലുമസന്റെ അർത്ഥം എന്താ, ഇതിലെന്തുണ്ട്? ഭയങ്കര ഖിലാഫുണ്ട്. അതായത് ഒരാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ ഒരാളെ കുറിച്ച് പരദൂഷണവും ഏഷണയും ഒക്കെ പറയലാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഹുമസത്തുൽ ലുമസ പറഞ്ഞാൽ. ഒരാളെ മുഖത്ത് നോക്കി പറയുന്നതാകാം, ഒരാൾ ഇല്ലാതെ പറയുന്നതാകാം, മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപിക്കുക, കുറ്റം പറയുക, ഏഷണി പറയുക, പരദൂഷണം പറയുക. ഇതാണ് മൊത്തത്തിൽ എന്ത് പറഞ്ഞാൽ ഹുമസത്തിൻ ലുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ സാധിക്കും. ഹുമസ എന്ന് പറഞ്ഞ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളെ ആക്ഷേപിക്കുകയും അവരുടെ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ച് പരദൂഷണം പറയുകയും ചെയ്യാം. അവരില്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത സമയത്ത് പരദൂഷണം ഗീബത്ത് പറയാം. പിന്നെ ഒരാളെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ ലുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക, ദോഷം പറയുക, പരദൂഷണം പറയുക, കുറവുകൾ തെരഞ്ഞു നടക്കുക, കുറവുകളിൽ ചകഞ്ഞു നടക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വിലക്കിയ കാര്യമാണ്. അതുപോലെ പിന്നെ വേറൊരു വിശദീകരണം ഹുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, കുറ്റം പറയാ,
ലുമസ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക, കണ്ണുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാണ്ട് എന്ത് ചെയ്യുക, ആളുകളെ പരിഹസിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ് ലുമസ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പല പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. കണ്ണുകൊണ്ടോ മറ്റ് ആംഗ്യം കാണിച്ചുകൊണ്ടൊക്കെ പരിഹസിക്കുന്നതിന് ആണ് ലുമസ എന്ന് പറയുക എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ഹുമസ എന്ന് പറഞ്ഞാൽ, ലുമസ എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി, ഒരാളെ മുഖത്ത് നോക്കി തന്നെ ഒരാൾ ആക്ഷേപിക്കുന്നതിന് ലുമസാന്നും, എന്നാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ മറഞ്ഞിരുന്ന് ആക്ഷേപിക്കുന്നതിന് ഹുമസാന്നും അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. നേരെ തിരിച്ചും എന്തുണ്ട്, പിന്നെ അഭിപ്രായമുണ്ട്. അതുപോലെ ഹമ്മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് ജനങ്ങൾ ആക്ഷേപിക്കുന്നവൻ. ലമ്മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് അധിക്ഷേപിക്കുന്നവൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. അതുപോലെ ഹമ്മാസ് എന്ന് പറഞ്ഞാൽ ആംഗ്യം കൊണ്ട് പ്രവൃത്തി കൊണ്ടും ആളുകളെ പരിഹസിക്കുന്നവൻ. ലമ്മാസ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവൻ. അങ്ങനെ കുറെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ഇതന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പല വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിന്റെ ഉൽഹാസിൽ രത്നചുരുക്കം എന്താ വെച്ചാൽ, പിന്നെ ആളുകൾ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ പിന്നെ ആളുകളെ കുറ്റം പറയുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും ഒരു രത്നചുരുക്കം. ആളുകളെ തരം താഴ്ത്തുക, ആളുകൾ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നതൊക്കെയാണ് ഹുമസത്തുൻ ലുമസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കുറ്റപ്പെടുത്തുക. ഇനി ഈ സൂറത്ത്, ഇതിന്റെ ഒരു അവതീർണ പശ്ചാത്തലം, ഈ സൂറത്ത് ഇറങ്ങിയതിന്റെ അവതീർണ പശ്ചാത്തലം എന്താണ് എന്നൊരു ചർച്ച നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ സാധിക്കും. അതില് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ അഖ്നസ് ബിൻ ഷരീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അൽ അഖ്നസ് ബിൻ ഷരീഖ്. അൽ അഖ്നസ് ബിൻ ഷരീഖ് എന്താ, പിന്നെ അതുപോലെ തന്നെ വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫിനെ കുറിച്ചാണെന്നും അഭിപ്രായമുണ്ട്, വലീദ് ബിൻ മുഗീറയെ കുറിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ ചെയ്തിരുന്നെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സംഗതികൾ എടുത്തിരുന്ന ആളുകളാണ്. വിശ്വാസികളെ എന്ത് ചെയ്യുക, വളരെ മോശമായി അവരെ കുറ്റപ്പെടുത്തുകയും അവരെ പിന്നെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ് അവർ. ഇപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരർത്ഥമുള്ളൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 79-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീൻ. അല്ലദീന യൽമിസൂന, ലംസ് എന്ന് പറഞ്ഞ പ്രയോഗമാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞ ആ പ്രയോഗമാണ്. അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ് സദഖാത്ത്. സ്വതക്കകളുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ പരിഹസിക്കുന്ന, അവരെ അധിക്ഷേപിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും. അതുപോലെ തന്നെ അപ്പൊ ധാരാളമായി സ്വതക്കകൾ സമ്പത്തുള്ളവർ കൊടുക്കും. അല്ലദീന ലാ യജിദൂ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്ത പാവപ്പെട്ട ആളുകൾ വിശ്വാസികളെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, അവര് ഒരുപാട് പ്രയാസപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് കൊടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും എന്ന് പറഞ്ഞാൽ. അവര് പ്രയാസപ്പെട്ട് വളരെ കൊടുക്കുകയാണ്, പക്ഷെ അവർ സമ്പത്തില്ല, ഉള്ളതിൽ നിന്ന് വളരെ ചെറിയ സംഖ്യ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആളുകളെയും ഫയസ്ഖറൂന മിൻഹും, അവരെയും പരിഹസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറയുന്നത് കാണാൻ സാധിക്കും. അത് ആരുടെ സ്വഭാവമാണ്? അത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിരുന്നു. മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിരുന്നു. സമ്പത്തുള്ളവർ സമ്പത്ത് കൊടുക്കുന്നതിനെ പരിഹസിക്കുക, ഇല്ലാത്തവർ ഇടങ്ങാറായി
കൊടുക്കുന്നതിന് നക്കാപ്പിച്ച മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ പരിഹസിക്കുക, ഇല്ലാത്തവർ കൊടുക്കുമ്പോൾ എന്താ ഇതൊക്കെ കൊടുത്തിട്ട് കാര്യം എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അത് നിസ്സാരവൽക്കരിച്ച് അതിനെ പരിഹസിക്കുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ പിന്നെ പരിഹസിക്കുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത് ആ സൂറത്തിൽ പറയുന്നത്. അബൂ മസ്ഊദ് എന്ന് പറഞ്ഞ സഹാബി പറഞ്ഞ കാണാൻ സാധിക്കും, ലമ്മാ ഉമിർനാ ബിസ്സദഖതി കുന്നാ നതഹാമൽ ഫജാഅ അബൂ അഖീൽ ബിനിസ്ഫി സാഇൻ. ഞങ്ങൾ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അതായത് പ്രയാസപ്പെട്ടിരുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തില്ല, അതിനുള്ള പിന്നെ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, അതിന് ഞങ്ങൾക്ക് സാധിച്ചിരുന്നത്. ഫജാഅ അബൂ അഖീൽ ബിനിസ്ഫി സാഇൻ. അപ്പൊ അബൂ അഖീൽ എന്ന് പറഞ്ഞ സഹാബി എന്ത് ചെയ്തു, അര സാ ആയിട്ട് വന്നു, അര സാ ആയിട്ട് വന്നു സ്വതക്ക ചെയ്യാൻ. അര സാ പറഞ്ഞാൽ ഒരു സാ പറഞ്ഞാൽ എന്താണ് അല്ലെ, 2 കൈ ചേർത്ത് പിടിച്ചതാണ് ഒരു സാ. അപ്പൊ അങ്ങനെ അര സാ ആയിട്ട് വന്നു, അത്ര കുറച്ച് പിന്നെ സ്വതക്കയായിട്ട് വന്നു. അപ്പൊ വന്ന സമയത്ത് വേറൊരു മനുഷ്യനെക്കാട്ടി കുറച്ചുകൂടി കൂടുതലായിട്ട് വന്നു. അപ്പൊ മുനാഫിഖീങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ സദഖതി ഹാദാ, ഈ മനുഷ്യന്മാർ ഇവരുടെയൊക്കെ സ്വതക്ക അള്ളാഹ്ക്ക് ആവശ്യമില്ല, അള്ളാഹു ഇതിൽ നിന്നൊക്കെ വളരെ പരിശുദ്ധനാണ്, അല്ലെങ്കിൽ അള്ളാഹു ഐശ്വര്യവാനാണ്, ഇതൊന്നും റബ്ബിന് ആവശ്യമില്ല. വമാ ഫഅല ഹാദൽ ആഖിറു ഇല്ലാ റിയാഅൻ, ഈ വന്നവനൊക്കെ റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്വതക്കയായിട്ടൊക്കെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിഖീങ്ങൾ പരിഹസിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫി സ്വദഖാതി വല്ലദീന ലാ യജ്ദൂന ഇല്ലാ ജുഹ്ദഹും എന്ന് പറഞ്ഞ ആയത്ത് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. വേറെ ഹദീസ് കാണാൻ സാധിക്കും, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറ്റേ 3 കഅബ് ബിൻ മാലിക്കും 2 സ്വഹാബിമാരും തബൂക്ക് യുദ്ധത്തിന് പോകാൻ വിസമ്മതിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി നിർത്തിയ വളരെ സുദീർഘമായ ഒരു സംഭവമുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുള്ള ആ സംഭവത്തിൽ പിന്നെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞങ്ങളോട് ഈ ഒരു നിലപാടെടുത്ത് ആ നിൽക്കുന്ന സമയത്ത് റഅ റജുലൻ മുബിയദ്ദൻ, ഒരു വ്യക്തിയെ കണ്ടു. അങ്ങനെ ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്, ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാള് വരുന്നത് കണ്ടു. അങ്ങനെ വന്നത് കണ്ടപ്പോ പിന്നെ യസൂലു ബിഹി സറാബ്, അപ്പോ ശരിക്കും റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടില്ല, ആളാരാന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഒരു നിഴലിങ്ങനെ പോകുന്നത് പോലെയാണ് റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ റസൂൽ പറഞ്ഞു, കുൻ അബാ ഖൈസമ, ഇത് അബൂ ഖൈസമ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ റസൂൽ ചോദിച്ചു. അപ്പോൾ അബൂ ഖൈസം അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹം വല്ലദി തസദ്ദഖ ബിസാഇ തംരി ഹീന ലമസഹുൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾ പരിഹസിച്ചപ്പോൾ ഒരു സാ തംറ് സ്വതക്ക ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിരുന്നു. എന്ത്, സ്വതക്കയുടെ പേരിൽ പരിഹസിക്കുക, അതിനെ വില കുറച്ച് കാണുക, വിശ്വാസികൾ ചെയ്യുന്ന നന്മകളെ പരിഹസിക്കുകയും അതിനെ പിന്നെ വളരെ മോശമായ രൂപത്തിൽ അതിനെ പിന്നെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പിന്നെ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം എന്ന് സൂറത്തുൽ ഖലമിൽ പറഞ്ഞു. നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആളുകളെ പരിഹസിക്കുന്ന ഹമ്മാസും മശ്ശാ, നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകളാണ്, ആക്ഷേപിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ, നരകത്ത് പോകുന്ന നശിച്ചു പോകുന്ന ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ, ആളുകളെ പരിഹസിക്കും, ആളുകളെ കളിയാക്കും. അപ്പൊ അത് അവർ ചെയ്യുന്ന നന്മകൾ എടുത്തു പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാവും, സ്വതക്കകൾ എടുത്തു പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും, അതല്ലാത്ത അവരുടെ പിന്നെ സൃഷ്ടിപരമായ പോരായ്മകൾ എടുത്ത് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാശഹേതുവായ വളരെ അപകടം പിടിച്ച കാര്യമാണ്, എല്ലാ അർത്ഥത്തിലും ശക്തമായ ശിക്ഷയും നാശവും കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത പ്രത്യേകത എന്താ, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അവരുടെ അടുത്ത പ്രത്യേകത അതാണ്, ധാരാളം സമ്പത്ത് അവർ ഒരുമിച്ച് കൂട്ടും അല്ലെ, എന്നിട്ട് അതിന്റെ കണക്ക് ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തും. കുറെ പൈസ ഒരുമിച്ച് കൂട്ടിയതിന്റെ കണക്ക് ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തും. അപ്പൊ ഈ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയാനുള്ള കാരണം എന്താ, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. എന്തിനെ കുറിച്ചാണ് ആ പ്രയോഗം,
അതായത് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകരുത്, അത് സൂക്ഷിക്കണം, അത് കുറഞ്ഞാൻ പറ്റൂല, അതിൽ കുറവ് വരാൻ പാടില്ല എന്നുള്ള ഭയങ്കരമായ താല്പര്യത്തെ സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കുറെ പൈസ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുക, അവിടുന്ന് ഇങ്ങനെ എണ്ണി 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 ഇങ്ങനെ റെഡിയില്ല, കുറഞ്ഞിട്ടില്ലല്ലോ, പോയിട്ടില്ലല്ലോ. ഈ ഒരു മനസ്ഥിതിയെയാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ്ദദഹു, അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഒരു മനസ്ഥിതിയാണ്. അപ്പൊ ആ മനസ്ഥിതിയുള്ള ആളുകൾ സ്വതക്ക ചെയ്യോ? ഇല്ല, ഒരു ദാനം ചെയ്യൂല. ദാനം ചെയ്താൽ പിന്നെ എണ്ണുമ്പോ പൈസ കുറയാൻ പറ്റൂല. കുറയാതെക്കാനാണ് അവർ ഇടക്കിടക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മനസ്ഥിതിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ജമഅ മാലൻ വഅദ്ദദ എന്ന പ്രയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സൂറത്തുൻ നിസാഇന്റെ 36-37 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. പിന്നെ ദുരഭിമാനം നടിക്കുന്ന അഹങ്കാരിയായ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, തീർച്ചയായും ഇഷ്ടപ്പെടുന്നില്ല. എന്താ അവരുടെ പ്രത്യേകത? ദുരഭിമാനികളായ അഹങ്കാരികളായ ആളുകൾ, അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന യബ്ഖലൂൻ. ഒന്നാമത്തെ പ്രത്യേകത ഒരു പിശുക്കന്മാരാണ്, അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. വയമുറൂന അന്നാസ ബിൽ ബുഖ്ൽ. രണ്ടാമത്തെ പണി ഓല് പിശുക്ക് കാണിക്കുന്നു മാത്രമല്ല, ആൾക്കാരോട് പിശുക്ക് കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യും. പിശുക്കാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞ് സ്വതക്ക ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കും, നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കും. അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ അവർക്ക് കൊടുത്തതിനെ അവർ മറച്ചു വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതി അലാ അബ്ദിഹി ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ സ്വാധീനം അവരിൽ കാണുന്നത്, പ്രകടമാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് കാണൂല ആരുടെ ജീവിതത്തിൽ? പിശുക്കന്മാരുടെ ജീവിതത്തിൽ. അവർക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും തന്റെ സ്വന്തം പെരക്കാർക്കും കൊടുക്കൂല, താനും മര്യാദക്ക് ജീവിക്കൂല, കൊടുക്കേണ്ട പാവപ്പെട്ടവർക്കും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല, സ്വതക്കകളും ചെയ്യൂല. അപ്പൊ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹം കാണുക എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്കൽ തന്നെ സ്വതക്കയാണ് അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുള പോലും നിനക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും ചെയ്യൂല. എന്താ കാരണം? അപ്പോ അവർ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ പടച്ചറബ് കാണുന്നതാണ് ആർക്കും ഇഷ്ടം? റബ്ബിന് ഇഷ്ടം. അത് തന്റെ സ്വന്തം ജീവിതത്തിലും സ്വതക്കകൾ ചെയ്തിട്ടും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടൊക്കെ. അപ്പൊ ഈ പറഞ്ഞ അഹങ്കാരികളായ ദുരഭിമാനികളായ ആളുകൾ പ്രത്യേകത എന്താ? അവര് പിശുക്ക് കാണിക്കും, ജനങ്ങൾക്ക് പിശുക്ക് കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യും. അള്ളാഹു കൊടുത്ത സമ്പത്തിനെ, അള്ളാഹുവിന്റെ ഔദാര്യത്തെ അവർ മറച്ചു വെക്കും, അതിനെ പ്രകടമാക്കാതെ മറച്ചു വെക്കും. സാധുക്കളായി, ഒന്നുമില്ലാത്തവരായി, ഒരാളുടെ മാക്സിമം പോന്നോട്ടെ വിചാരിച്ച് അങ്ങനെ നടക്കുന്നൊരവസ്ഥ. അപ്പൊ ഇത് വളരെ എന്താ പറയാ, വളരെ മോശപ്പെട്ട, ഒരുപാട് ആക്ഷേപിക്കപ്പെട്ട പ്രമാണങ്ങൾ, ഒരുപാട് ആക്ഷേപിക്കപ്പെട്ട സ്വഭാവമാണ് പിശുക്ക് എന്നുള്ളത്. അല്ലാഹു സൂറത്തുൽ മആരിജിന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വജമഅ ഫഔആ. അല്ലെ, അവർ ഒരുമിച്ച് കൂട്ടുകയും, ഔആ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരുമിച്ച് കൂട്ടാൻ തന്നെ അർത്ഥം. അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമാക്കി അങ്ങനെ ഒരു അതിൽ ഭയങ്കരമായൊരു ശ്രദ്ധ കാണിക്കുന്ന, കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി, ആ ഒരു പേടിയുടെ ഭാഗമായി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞ രണ്ടാമത്തെ ആക്ഷേപിക്കപ്പെട്ട അതിന്റെ കാരണമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ അതിൻ്റെയൊക്കെ കാരണം? ഈ പറഞ്ഞ പരിഹാസവും കുത്തവാക്കുകളും പിന്നെ കുറ്റപ്പെടുത്തലും ഏഷണിയും പരദൂഷണവും പിശുക്കും, ഇതിന്റെ അടിസ്ഥാന കാരണം എന്താ? യഹ്സബു അന്ന മാലഹു അഖ്ലദ. അതാണ് അതിന്റെ പ്രശ്നം. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ പിശുക്ക് കാണിക്കുന്ന, സമ്പത്തിന്റെ വിഷയത്തിൽ ഭയങ്കരമായ താല്പര്യവും പിശുക്കും കാണിക്കുന്ന ആൾ വിചാരം എന്താണ്? അവന്റെ വിചാരം അന്ന മാലഹു, അവന്റെ സമ്പത്ത് തീർച്ചയായും ആണെന്നാണ്. എന്താണ്? അഖ്ലദഹു, അവനെ ശാശ്വതനാക്കും. അപ്പൊ മനുഷ്യൻ ഈ പിന്നെ ഹുമസത്തുൽ ലുമസയായ കുത്തുവാക്കുകൾ പറയുന്ന, ആക്ഷേപിക്കുന്ന ഈ മനുഷ്യൻ, സമ്പത്ത് പിശിക്കുന്ന ഈ വ്യക്തി, ഇദ്ദേഹത്തിന്റെ വിചാരം എന്താണ്? അന്ന മാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് അവനെ നിത്യനാക്കും, അവൻ അനശ്വരനാക്കും, അന്ത്യമില്ലാത്തവനാക്കും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും പല രൂപത്തിൽ ഇതിന്റെ വ്യത്യസ്ത അർത്ഥ തലങ്ങൾ അവർ പറഞ്ഞു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ്, ഇപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ വളരെ അശ്രദ്ധയോടുകൂടി
അമിതമായ പ്രതീക്ഷകൾ കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അവനെ പിന്നെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ശക്തമായ പിന്നെ പാറകളും ഇഷ്ടികളും ഉപയോഗിച്ച് ശക്തമായ കെട്ടിടങ്ങൾ പണിയുന്നു, മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, അവൻ ജീവിക്കുന്ന സ്ഥലങ്ങൾ ഒന്നായിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ ഞാനിപ്പം മരിച്ചു പോകും, നാളെ മരിച്ചു പോകും, മറ്റന്നാളെ മരിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആ പണിക്ക് നിൽക്കുവോ? നിൽക്കൂല. അപ്പം മനുഷ്യന്റെ ആ പ്രവർത്തനം എന്തിനെ സൂചിപ്പിക്കുന്നു? ഞാനിവിടെ എന്നും ജീവിക്കാനുള്ളവനാണ്, ഞാനിവിടുന്ന് അടുത്തൊന്നും മരിച്ചു പോകുന്നില്ല, ഞാനിവിടെ കാലാകാലം ഉള്ളതാണ് എന്ന ഒരു ധ്വനി അവന്റെ ജീവിത ശൈലിയിൽ നിന്ന് ഈ ഭൂമി ലോകത്ത് അവൻ പിന്നെ അതിരറ്റ് പ്രതീക്ഷകൾ വെക്കുകയും ഭയങ്കരമായ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ അത് ആ ഒരു ഭൂമിയിൽ എന്നും നിലനിൽക്കാനുള്ളതാണ്. ഭൂമി അനശ്വരമാണ്, ഇവിടുത്തെ സമ്പത്ത്, ഈ സമ്പത്തും ഈ അഭിവൃദ്ധികളൊക്കെ എന്നെ ഇവിടെ ശാശ്വതമാക്കി നിലനിർത്തും എന്നൊരു ചിന്ത അവനെ പിടികൂടിയിട്ടുണ്ട് എന്നൊരു സൂചന, എന്നൊരു ധ്വനി അവന്റെ ജീവിത ശൈലിയിൽ നിന്നും ഉണ്ട്. അതാണ് എന്ത് പറഞ്ഞത്? യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ വേറൊരു വിശദീകരണം എന്താ വെച്ചാൽ, ശരിക്കും മനുഷ്യനെ നിത്യനാക്കുക, അനശ്വരനാക്കലൊരു മനുഷ്യനെ എന്താണ്? മനുഷ്യനെ അനശ്വരനാക്കി പിന്നെ അവന്റെ സുഖലോലുപതകൾ അവന് സമ്മാനിക്കുന്ന അനശ്വരമായ അറ്റമില്ലാത്ത അനന്തമായ സുഖലോലുപതകളും ഐശ്വര്യങ്ങളും ഒരു മനുഷ്യനെ സമ്മാനിക്കുന്നത് ശരിക്കും എന്താ? ഈമാനും അമലു സ്വാലിഹാത്തുമാണ്, വിശ്വാസമാണ്. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ ദുനിയാവിലെ ജീവിതത്തിലും തന്നെ ഒരു ആസ്വാദനം ലഭിക്കാനുണ്ട് മാനസികമായി. പിന്നെ മരിച്ചെന്നാലും പിന്നെ പറയും വേണ്ട. അപ്പൊ ശരിക്കും അനശ്വരമായ സുഖലോലുപതകൾ ഒരു മനുഷ്യന് സമ്മാനിക്കുന്നത് അവന്റെ ഈമാനാണ്, അവന്റെ സൽക്കർമ്മങ്ങളാണ്, അല്ലേ? അപ്പോ പക്ഷെ ഈ മനുഷ്യൻ അവൻ എന്ത് മനസ്സിലാക്കുന്നില്ല? അവന്റെ ഈമാനാണ് അവനെ നിത്യനാക്കുക, അവന്റെ സൽക്കർമ്മങ്ങളാണ് അവനെ അനശ്വരനാക്കുക എന്നവൻ തിരിച്ചറിയുന്നില്ല. മറിച്ച് അവൻ എന്താ മനസ്സിലാക്കണത്? അവന്റെ വിചാരം എന്താ? സമ്പത്താണ് അവനെ അനശ്വരമാക്കുക, സമ്പത്താണ് അവനെ നിത്യാനന്ദത്തിൽ എത്തിക്കുക എന്നവൻ കരുതുകയാണ്. അത് ശരിക്കും ഒരു മൂഢധാരണയാണ്. ശരിക്കും വിചാരിക്കേണ്ടിയിരുന്ന എന്താണ്? യഅലമു അന്ന ഈമാനഹു അഖ്ലദഹു എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അവന്റെ ഈമാൻ അവൻ നിത്യനാക്കുമെന്ന് അവൻ അറിയണം. പക്ഷെ അവൻ മനസ്സിലാക്കിയ എന്താ? യഹ്സബു അന്ന മാലഹു അഖ്ലദഹു, അവന്റെ സമ്പത്ത് അവനെ പിന്നെ നിത്യനാക്കും എന്നാണ് അവന് വിചാരിച്ച് കരുതി വെച്ചിട്ടുള്ളത്. അത് ശരിക്ക് അപ്പൊ അവർക്ക് ഉണ്ടാകേണ്ട ഈമാനാണ് അവരെ നിത്യനാക്കുക എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടതിന് പകരം സമ്പത്ത് അവരെ നിത്യനാക്കുമെന്ന ചിന്ത അവർ ഉണ്ടായിപ്പോയി എന്നൊരു ആക്ഷേപ സ്വരത്തിൽ ഒരു പരിഹാസ രൂപേണ അള്ളാഹു പറഞ്ഞതാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പിശുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ നന്മകളിൽ നിന്ന് ഒക്കെ തിരിഞ്ഞു കളഞ്ഞ് തിന്മകളിൽ മുഴുകി താൽക്കാലികമായി വികാരങ്ങൾക്ക് നശിച്ചു പോകുന്ന ഭൗതിക വിഭവങ്ങൾക്കൊക്കെ അതിനെ അടിമപ്പെട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിത ശൈലി കൊണ്ട് അവൻ പറയണത് എന്താ? ഞാൻ ഇവിടെ അടുത്തൊന്നും മരിക്കാൻ പോണില്ല, അല്ലെ, ഞാന് കാലാകാലം ഇവിടെ ജീവിക്കാനുള്ളതാണ്. കാരണം ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂല? അള്ളാഹുവിന്റെ കൽപ്പനകൾ വിസ്മരിക്കൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേൾക്കാതിരിക്കൂല, അതുപോലെ തന്നെ നന്മകളിലേക്ക് വരാതിരിക്കുകയില്ല. അപ്പൊ അവന്റെ ജീവിതം കൊണ്ട് അവൻ പറയാണെന്ത്? എന്റെ സമ്പത്ത്, ഇവിടുത്തെ ഈ ദുനിയാവിലെ സമ്പത്ത് എന്ത് ചെയ്യും? ഇന്നവിടെ നിത്യനാക്കും എന്ന് ജീവിതം കൊണ്ട് അവൻ പറയുക. അതാണ് ഈ ആയത്തിന്റെ ആശയം എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോ ഒരു മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ, തന്റെ അധ്വാനത്തിന്റെ സിംഹഭാഗവും തന്റെ പരിശ്രമത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ സമ്പത്ത് ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിത്തീരുമ്പോൾ എന്ത് ധാരണയിലാകുമ്പോഴേ അവനത് പറ്റുള്ളൂ? ഈ സമ്പത്തിന്റെ നിലനിർത്തും, അല്ലെ, സമ്പത്തിനെ ഇവിടെ നിലനിർത്തും, സമ്പത്തിനെ നിത്യനാക്കും എന്നൊരു ചിന്ത ഇല്ലാത്തൊരു മനുഷ്യൻ പിന്നെ സമ്പത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുക, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, വേറൊരു നല്ല കാര്യത്തിലും വ്യാപൃതനാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ധാരണയുള്ള ഒരാൾക്ക് ഇതിന് പറ്റുള്ളൂ, അല്ലെ? ഞാൻ ഇവിടുന്ന് ഏത് സമയത്തും മരണപ്പെടേണ്ടവനാണെന്നും ഇതിന്റെ അപ്പുറത്ത് എനിക്ക് അനശ്വരമായ ലോകം വരാണ്ടെന്ന ചിന്ത ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധ്വാനം മുഴുവൻ സമ്പത്തിന് വേണ്ടി ആക്കാൻ അവർക്ക് പറ്റുമോ? പറ്റൂല. നന്മകൾ, എല്ലാ നല്ല സംരംഭങ്ങൾക്കും നന്മയുടെ അവസരങ്ങൾക്കൊക്കെ പോകാതെ വെറും പൈസ നടക്കണ, അത് എപ്പോഴാ ഒരാൾക്ക് പറ്റുക? അങ്ങനെ ഒരു ലോകം വരാണ്ടെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ സമ്പത്ത് എനിക്ക് എല്ലാം തരും എന്നൊരാൾ വിചാരിക്കുമ്പോഴേ
ഒരാൾക്ക് അതിന് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അവന്റെ വിചാരം എന്താണ്? ഇങ്ങനെ പിശുക്കി വെച്ചാൽ കുറെ പൈസ ഒക്കെ ഇങ്ങനെ പിശുക്കി വെച്ച് ഇങ്ങനെ ഉള്ള ഖുർആൻ ക്ലാസ്സിനും പോവില്ല, നല്ല സദസ്സുകൾക്കും പോവില്ല, ഒരു നല്ല കാര്യത്തിനും ഉണ്ടാവില്ല, പള്ളിയെ ജമാഅത്തിനും പോവില്ല. ഇങ്ങനെ നടന്നാലും അവന്റെ പൈസ ഇങ്ങനെ കൂടും, പൈസ ഇങ്ങനെ അവനെ നിത്യനാക്കും, അവന്റെ ആയുസ് കൂടും, കുറെ സുഖങ്ങൾ ഇവിടെ കിട്ടുന്നതാണ് അവന്റെ വിചാരം. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. പിശുക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തിന്മകളും ഒരു മനുഷ്യന്റെ സമാധാനവും നല്ല സ്വൈര്യ ജീവിതവും ഇല്ലാതാക്കുകയാണ് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആയുസ് കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബബന്ധം ചേർക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. കുടുംബബന്ധം ചേർക്കൽ എന്തിനെ വർദ്ധിപ്പിക്കും? ആയുസിനെ വർദ്ധിപ്പിക്കും. അല്ലെ, പുണ്യങ്ങൾ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും. അപ്പൊ പരലോകത്തല്ല, ദുനിയാവ് തന്നെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കൽ എന്താ? നന്മകളാണ്. ദുനിയാവ് തന്നെ സുഖങ്ങളും സൗകര്യങ്ങളും സമാധാനവും സന്തോഷവും ആഹ്ലാദവും ഒരു മനുഷ്യനെ വർദ്ധിപ്പിക്കൽ എന്താ? നന്മകളാണ്. അല്ലെ, സ്വതക്കകളും പുണ്യങ്ങളും ദാനധർമ്മങ്ങളും നന്മകളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനവും ഇതാണ് എപ്പോഴും ഒരു മനുഷ്യനെ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലെ, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും അള്ളാഹുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ പുണ്യകർമ്മങ്ങളാണ് എപ്പോഴും എന്ത് വാങ്ങിത്തരാ? സുഖങ്ങളും സമ്പത്തും സൗകര്യങ്ങളും സമാധാനവും സന്തോഷവും ഒരു മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് ഈ മനുഷ്യൻ, ഈ മൂഢൻ വിചാരിച്ചിട്ടുള്ള എന്താ? ഇതിനൊക്കെ പോയാൽ ഓനെ സഹായിക്കാൻ പോയാൽ എനിക്ക് ഇവിടെ 10 രൂപ ഉണ്ടാക്കാനുള്ള സമയമാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനിപ്പോ നിൽക്കൂല. ജമാഅത്തിന് പോയാൽ എനിക്കൊരു ഓട്ടം കിട്ടാനുള്ള സമയം, അല്ലെങ്കിൽ എനിക്കൊരു 10 രൂപ കച്ചവട ലാഭം കിട്ടാനുള്ള സമയമാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ അതിന് പോകില്ല. നേരെ തിരിച്ചാണ്. ആ ജമാഅത്തിന് പോയാൽ പടച്ചോനെ അവനക്ക് റിസ്ക് എന്ത് ചെയ്യും? പടച്ചോൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഥാർത്ഥത്തിൽ അവന് അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകുന്നത് എന്താണോ അത് അവൻ മനസ്സിലാക്കാതെ അവന് അസമാധാനവും അശാന്തിയും പ്രയാസങ്ങളും മാനസികമായ പിരിമുറുക്കുകളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തിന്മകളിലും പിശുക്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും അവൻ ഏർപ്പെട്ടു. അപ്പൊ അങ്ങനെ ഏർപ്പെടുമ്പോൾ അവന്റെ വിചാരം ഈ സമ്പത്തിനോടുള്ള ഈ ഒരു ത്വര അവനെ ഇവിടെ കാലാകാലം ജീവിക്കാൻ അവന് അവസരം കൊടുക്കുന്നതാണ് അവന്റെ വിചാരം എന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാൻ സാധിക്കും, ഇവിടെ യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറഞ്ഞല്ലോ, അവന്റെ സമ്പത്ത് അവനെ അനശ്വരനാക്കും, നിത്യനാക്കും എന്നാണ് അവൻ വിചാരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2 രൂപത്തിലാകാം. ഒന്നുകിൽ ശരീരം കൊണ്ട് ആയുസ്സന്നെ അവന് നീട്ടിക്കിട്ടും. ആയുസ്സന്നെ അവൻ എന്ത് ചെയ്യും? ഇങ്ങനെ സമ്പത്ത് കുറെ പിശുക്കി വെച്ചാൽ, കുറെ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ കുറെ കാലം ജീവിക്കാൻ പറ്റും, ഞാൻ ഇവിടെ അടുത്തൊന്നും മരിക്കൂല എന്ന ധാരണയുമാകാം. അതല്ല, ഞാനിങ്ങനെ കുറെ സമ്പത്തൊക്കെ ഉണ്ടാക്കി കുറെ പിശുക്കി വെച്ചാൽ, കുറെ എൻ്റെ പിന്നെ ദേഹേച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ എൻ്റെ പേരും കീർത്തിയും ഒക്കെ നിലനിൽക്കും, അങ്ങനെ എന്ത് ചെയ്യും? എൻ്റെ പേര് ശാശ്വതമാവും എന്ന് വിചാരിക്കുന്നതും ആകാം. യഥാർത്ഥത്തിൽ 2 ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു, ആയുസ് വർദ്ധിപ്പിക്കൽ എന്താ? നന്മകളും പുണ്യങ്ങളുമാണ്. അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കൽ എന്താ? നന്മകളും പുണ്യങ്ങളുമാണ്. അപ്പൊ ഭൗതികമായി തന്നെ ആയുസ് വർദ്ധിപ്പിക്കലിനെ കുറിച്ചാണ് ഉദ്ദേശമെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റാണ് ശരിക്ക് ഉണ്ടാവുക. ഇനി അതല്ല, ആത്മീയമായി, അതായത് എന്റെ സൽപ്പേര് വർദ്ധിക്കും, എന്റെ കീർത്തി വർദ്ധിക്കും, ആളുകൾ നല്ലത് പറയും, എനിക്ക് പിന്നെ ആളുകളുടെ ഇടയിൽ നല്ല പേരും പ്രശസ്തിയും കിട്ടും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, ആയുസ് നീട്ടി കിട്ടുന്നതിനെ കുറിച്ചല്ല വിചാരം. ഇങ്ങനെ പേര് കൊണ്ട് അവനും ശാശ്വതനാകും, അനശ്വരനാകും, പ്രശസ്തി കൊണ്ട് അനശ്വരനാകും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതും ആർക്കാ ഉണ്ടാവുക? നന്മ ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ, വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, പിൽക്കാലഘട്ടക്കാരിൽ എനിക്ക് സത്യത്തിന്റെ പിന്നെ സൽപ്പേര് എനിക്ക് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അല്ലെ, സൽപ്പേര് ആർക്കാ കിട്ടുക? നന്മയുടെ വക്താക്കൾക്കാ കിട്ടുക. നന്മ ചെയ്തവർക്കാണ് എപ്പോഴും നല്ല പേരും നല്ല പ്രശസ്തി നല്ല കീർത്തിയും ലഭിക്കും. പിശുക്കിയ ആളുകളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയോ? ഇല്ല. ദേഹേച്ഛകളെ പിൻപറ്റി തോന്നിയമാര് ജീവിച്ചെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയോ? ഇല്ല. അപ്പോ പിന്നെ സാക്ഷാൽ ആയുസ്സും ഇവിടുത്തെ ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിലും നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. അവർക്ക് കിട്ടാതിരിക്കുകയാണ് ചെയ്യുക, തിന്മകളിലും പിശുക്കിലും ചിലവഴിച്ചാൽ. ഇനി അതല്ല, നല്ല പേരും പ്രശസ്തിയാണ് ഉദ്ദേശമെങ്കിൽ അതും തിരിച്ചാണ് ഉണ്ടാവുക. അതൊക്കെ കിട്ടാതിരിക്കുകയാണ് പിശുക്കിയ ആളുകൾക്ക് ചെയ്യുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറഞ്ഞ ആയത്തിലൂടെ ഈ പറഞ്ഞ പിന്നെ തിന്മകളിലും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാതെ, പടച്ചറബിനെ കുറിച്ച് ബോധമില്ലാതെ അങ്ങനെ ജീവിച്ചു തീർക്കുന്ന, കൊടുക്കേണ്ട സമ്പത്ത് കൊടുക്കാതെ, ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതെ, പിന്നെ ഇടപെടേണ്ട നന്മകളിൽ ഇടപെടാതെ,
പിന്നെ അതിനൊക്കെ സമ്പത്തിന്റെ പിന്നാലെ പോയി മറ്റുള്ളവരെ പരിഹസിച്ച് കളിയാക്കി കുറ്റപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഒരു ആക്ഷേപ രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്യാണ്? അവരെ ആക്ഷേപിക്കുകയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറഞ്ഞ പ്രയോഗത്തിലൂടെ പിന്നെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പിന്നെ 3 ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ ഈ ആയത്തുകൾ പിന്നെ 3 ആയത്ത് നമ്മൾ പോതി അതിന്റെ അർത്ഥവാശയൊക്കെ മനസ്സിലാക്കി എന്താണ് ഇതിന്റെ പരമമായ ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പിന്നെ സൂറത്തുൽ ഹുമസയിൽ ഈ 3 ആയത്ത് അള്ളാഹു എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്തിനാ? നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട കാര്യം എന്താ? ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? ഈ സൂറത്ത് മുഴുവൻ നമ്മൾ നാവുകൊണ്ട് പാരായണം ചെയ്യുന്നു, അതിന്റെ അർത്ഥവും ആശയൊക്കെ മനസ്സിലാക്കുന്നു, ഒക്കെ പഠിച്ച് മനസ്സിലാക്കുന്നു. അത് മതിയോ? അത്ര മതിയോ? എന്താ വേണ്ടി? നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് സദാ ജാഗരൂകരായിരിക്കണം. അല്ലെ, ആളുകളെ കുറ്റപ്പെടുത്തുക, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആളുകളെ പരിഹസിക്കുക, വില കുറച്ച് കാണുക, വളരെ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹഖിറ അഖാഹ് ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലെ, ഒരു മനുഷ്യനെ വില കുറച്ച് കാണുക, തഹ്ഖീർ നടത്തുക, അവനെ കളിയാക്കണ്ട, പരിഹസിക്കണ്ട, വില കുറച്ച് കണ്ടാൽ മതി, അത് തന്നെ മതി ഒരു മനുഷ്യന് തിന്മയായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആളുകൾക്ക് എന്ത് ചെയ്യണം? അവരുടെ വില കൽപ്പിക്കണം. ആളുകൾക്ക് അതിന്റെ ഗൗരവം, അതിന്റെ ഒരു വില ആളുകളുടെ എല്ലാവരുടെ അഭിമാനത്തിനും നമ്മൾ നൽകണം. ഒരാളെയും വില കുറച്ച് കാണുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പിന്നെ ദുസ്വഭാവങ്ങൾ കടന്നു വരുന്നതിനെ നമ്മൾ അങ്ങേയറ്റം ജാഗരൂകരാകണം. നമ്മുടെ സമ്പത്ത് നമ്മളെ നിത്യനാക്കുമെന്ന ചിന്ത നമ്മുടെ ജീവിതം കൊണ്ട് വരുന്നുണ്ടോ നമ്മൾ എപ്പോഴും നമ്മളെ പരിശോധിക്കണം. അല്ലെ, നമ്മള് അള്ളാഹുവിന്റെ സ്മരണയിലും നന്മകളിൽ നിന്ന് അകന്നിങ്ങനെ നമ്മുടെ ദുനിയാവിലേക്ക് ചുരുങ്ങുമ്പോൾ അപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടോ റബ്ബേ എന്ന ചിന്ത നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. നന്മകളിലേക്ക്, നന്മയുടെ മാർഗങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പിന്നെ അവസരങ്ങളിലേക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ വരുമ്പോൾ അവിടെ എപ്പോഴും നമ്മളെ ആത്മവിചിന്തനം നടത്തുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ ശരിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് ഇത് പറഞ്ഞു. അന്ന് പിന്നെ അഖ്നസ് ബിൻ ശരീഖിനെ കുറിച്ചോ ഉമയ്യത്ത് ബിൻ ഖലഫിനെ കുറിച്ചോ അങ്ങനെയുള്ള പല മക്കയിലെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട അവിടുത്തെ ഷിർക്കിന്റെയും കുഫ്രിന്റെയും തലതൊട്ടപ്പന്മാരെ കുറിച്ചാണ് ആയത്തുകൾ ഇറങ്ങിയത് എന്നൊരു അഭിപ്രായം മുഫസ്സിരിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവരെന്താ ചെയ്തിരുന്നത്? അവർ വിശ്വാസികളെ പരിഹസിച്ചിരുന്നു, മുഅ്മിനീങ്ങളെ കളിയാക്കിയിരുന്നു, ആക്ഷേപിച്ചിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോ ഇത് അവർക്ക് മാത്രമാണോ ബാധകം? ആണോ? അല്ല. ഈ പ്രവർത്തനത്തിൽ ഏത് കാലഘട്ടത്തിൽ ഏർപ്പെട്ട എല്ലാ ഷിർക്കിന്റെയും കുഫ്രിന്റെയും വക്താക്കൾക്കും വിജയത്തിന്റെ വക്താക്കൾക്കും ഈ ആക്ഷേപം ബാധകമാണ്. അവർക്കൊക്കെ ഈ പറഞ്ഞ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ ബാധകമാണ്. തൗഹീദിന്റെ ആളുകളെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ, എന്തെല്ലാം പേരിൽ കളിയാക്കുന്നു. ഒരു താടിയുടെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നു, ഇസ്ലാമികമായ വസ്ത്രദാനത്തിന്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നു, നിഖാബിന്റെ പേര് പറഞ്ഞ് തീവ്രവാദികളാക്കുന്നു. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും കളിയാക്കുകയും പിന്നെ ചേലാകർമ്മത്തിന്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നു. ഇങ്ങനെ പലതിന്റെയും പേര് പറഞ്ഞ് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ബാധകമാണ്? വൈലുൻ എന്ന് റബ്ബ് പറഞ്ഞത് അവർക്കൊക്കെയും ബാധകമാണ്. ഏത് കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ പരിഹസിച്ചാലും അത് ഈ പറഞ്ഞ വൈൽ എന്ന് പറഞ്ഞ നരകത്തിന്റെ താഴ്വരയിൽ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ നാശത്തിന്റെ കാരണമായി തീരുന്ന പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ അന്ന് മുശ്രിക്കീങ്ങൾ എന്ത് പണിയാണോ എടുത്തിരുന്നത് ആ പണി എടുക്കുന്ന എല്ലാവർക്കും ആയത്ത് ബാധകമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ മരണം വരെ നമ്മെ ഉറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫദ്ൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട്, പാപമോചനം കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സമാധാനവും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയവും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ജീവിതത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, വ്യത്യസ്ത തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ വ്യത്യസ്ത ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലും പരിചയത്തിലും അറിവിലും ഒക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ശാശ്വതമായ പരിഹാരവും ദൂരീകരണവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും സൗഖ്യപൂർണ്ണമായ ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.